ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ ഇപ്പോൾ റിസൾട്ട് വരാൻ പോവുകയാണ്, ഇലക്ഷൻ റിസൾട്ട്. അപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് എം മാണി ഗ്രൂപ്പിൻ്റെ ഒരു റിസൾട്ട്. ഏകദേശം 12ഓളം സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ പല സർവേകളും പല രീതിയിൽ പറയുന്നുണ്ട്. ചില സർവേകൾ പറയുന്നത് അതിദയനീയമായി തോൽക്കും എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. ഒരു സീറ്റിൽ മാത്രമേ ജയിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? എന്തായിരിക്കും തോൽവി സംഭവിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഭാവി? കേരള കോൺഗ്രസിനെ പറ്റി പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന എന്താണ് പറഞ്ഞു പഴകിയതാണ്. എന്നാലും പ്രസക്തി ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒന്നുകൂടി. അതായത് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമെന്നാണ് മാണി സാർ തന്നെ കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു ഒരു സങ്കല്പം അതില്ലാതാകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിളരും തോറും കേരള കോൺഗ്രസ് വളരുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. കേരള കോൺഗ്രസ് വളരുന്നില്ലെന്നുള്ളത് മാത്രമല്ല, കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയവും, അതായത് ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവ്, കേരള രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികളെ, കേരള സമൂഹത്തിലെ പ്രശ്നങ്ങളെ അതൊക്കെ ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലൂടെ വീക്ഷിക്കുകയും ആ രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയും പണ്ട് ചെയ്യുകയും ഇന്നും ആ ഒരു രാഷ്ട്രീയ നിലപാടിലൂടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. അത് 1960കളുടെ മധ്യത്തോടുകൂടി അങ്ങനെ ഒരു കോൺഗ്രസിൽ നിന്നും വിഘടിച്ചു വന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായി. ആ പ്രസ്ഥാനം പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ 67 മാത്രമല്ല ഞാൻ പറയുന്നത്, കെ മാണി എത്ര തവണ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തിയ, ഒരുപക്ഷെ ചിലർക്കെങ്കിലും തോന്നാം, ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. പക്ഷേ ഇന്ന് കേരള കോൺഗ്രസിന് ആ ഇൻഫ്ലുവൻസ് UDF അധികാരത്തിൽ വന്നാലും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അപ്പോഴാണ് നമ്മളിപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിലാണ്. നാളെ എക്സിറ്റ് പോൾ തെറ്റാണെന്ന് തെളിയുകയും മാണി ഗ്രൂപ്പ് മത്സരിച്ച 12 സീറ്റിൽ അവർക്ക് ഒരു 6-7 സീറ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിലയിരുത്തൽ അതോടുകൂടി നിലംപരിശാവുകയാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ ഞാൻ ആ ഒരു ഘടകത്തിൽ മാത്രമല്ല അത് ഒതുക്കി നിർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് വരുന്ന മാറ്റങ്ങൾ, ആ അവരുടെ സ്വാധീനശേഷിക്ക് വരുന്ന ആ ഒരു വ്യത്യാസം. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഇടതുമുന്നണിയിൽ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ആ റോഷി അഗസ്റ്റിന് ജലവിഭവശേഷി വകുപ്പ്, പക്ഷെ ധനകാര്യ വകുപ്പോ റവന്യൂ വകുപ്പോ ഒന്നും മാണി ഗ്രൂപ്പിന്റെ കൈവശമില്ല. അത്ര വലിയൊരു സ്വാധീനശേഷിയുള്ള ഒരു രാഷ്ട്രീയമല്ലായിരുന്നു മാണി ഗ്രൂപ്പ് ഭരണമുന്നണിയിൽ അംഗമായിരുന്നെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷവും മാണി ഗ്രൂപ്പിൻ്റെത്. പ്രതിപക്ഷത്തിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിനും പ്രത്യേകിച്ച് ആ ഒരു പഴയ ശൗര്യമോ വീര്യമോ ഒന്നുമുള്ള നേതാക്കന്മാരില്ല. വ്യക്തിപരമായിട്ട് ജോസ് കെ മാണിക്ക് എക്സിറ്റ് പോളുകൾ പറഞ്ഞ പ്രകാരമാണ് റിസൾട്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ അവസാനിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ജോസ് കെ മാണിക്ക് പാലയിൽ നിൽക്കണം എന്ന അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒക്കെ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാലേ റോഷി അഗസ്റ്റിനോട് ആദ്യമായിട്ട് ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അതും ആളുടെ സമ്മതമല്ലാണ്ട്. അതെ അതെ അതെ, പാർട്ടി യോഗത്തില് റോഷി അഗസ്റ്റിൻ ഈ ഒരു മുഴം മുമ്പേ നീട്ടി എറിയുകയാണ് ചെയ്തത്. അതായത് ഈ ജോസ് കെ മാണി പെട്ടെന്ന് അത്ഭുത സ്തബ്ധനായി. റോഷി അഗസ്റ്റിൻ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അങ്ങ് പ്രഖ്യാപിക്കുക, പിന്നെ എന്ത് ചെയ്യാന്? അത് ശിരസാ വഹിച്ചേ പറ്റും. അങ്ങനെ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലെത്തി, ഒരു ഡയലമയായിപ്പോയി, ഇതികർത്തവ്യത മൂഢനായി ആ പാർട്ടി യോഗത്തിൽ ഇരിക്കേണ്ടത്. ഇപ്പോ എന്തായാലും എക്സിറ്റ് പോളുകൾ പ്രകാരം പറയുന്നത് റോഷി അഗസ്റ്റിനും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇടുക്കിയിൽ അദ്ദേഹം തോക്കുമെന്നാണ്. ആകെ ജയിക്കാൻ സാധ്യതയുള്ള കാഞ്ഞിരപ്പള്ളി സീറ്റാണ്. അതെനിക്ക് തോന്നുന്നു ജയരാജിന്റെ മകനോ എന്താണ്, പ്രൊഫസർ ജയരാജിന്റെ മകനോ എന്തോ ആരോ ആണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കേരള കോൺഗ്രസ് തമ്മിലുള്ള മത്സരത്തിൽ
പാലയിൽ നിന്ന് ഒരു തോൽവി ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മാരകമായ പ്രഹരമായിരിക്കും. പിന്നീട് ജോസ് കെ മാണിക്ക് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോസഫ് ഗ്രൂപ്പിന് അവിടെ ഈ പല എക്സിറ്റ് പോളുകളും പ്രകാരം ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും നേരിട്ട് ഏറ്റുമുട്ടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ജോസഫ് ഗ്രൂപ്പ് ജയിക്കുമെന്നാണ്. ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് യഥാർത്ഥ കേരള കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു അവകാശവാദം അവർക്ക് ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ അവർ തമ്മിലുള്ള മത്സരത്തിൽ ഒരുപക്ഷെ ചിലർ പറയാം അവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിൽ ജോസഫ് വിജയിച്ചു, ആ നിഴൽ യുദ്ധത്തിൽ ജോസഫ് വിജയിക്കുന്നു. പക്ഷെ ആ നിഴൽ യുദ്ധത്തിൽ ജോസഫ് വിജയിച്ചാലും ഈ വരുന്ന മന്ത്രിസഭയിൽ ജോസഫ് ഗ്രൂപ്പിന് അത്ര വലിയൊരു സ്വാധീനം ഉണ്ടാകുമോ? എനിക്ക് സംശയമാണ്. അതിലൊരു നിർണായക ശക്തി, അതായത് ജോസഫ് ഒരുപക്ഷെ UDF 75 76 ഒക്കെ സീറ്റും ജോസഫ് ഗ്രൂപ്പിന് 7 8 സീറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പ് വലിയൊരു സമ്മർദ്ദ ശക്തിയായിരിക്കും. നേരെ മറിച്ച് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് UDF 80 മുകളിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ജോസഫ് ഗ്രൂപ്പ് ഇല്ലെങ്കിലും UDF ഭരണം നിലനിർത്താൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജോസഫ് ഗ്രൂപ്പിന് കിട്ടുന്ന വകുപ്പ് കൊണ്ട് തൃപ്തി അടേണ്ട വരും. പിന്നെ ഉള്ളത് ജേക്കബിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബി. ഇപ്പം ഞാൻ മൊത്തം കേരള കോൺഗ്രസുകളുടെ കാര്യം ഒന്ന് പറഞ്ഞു. അപ്പം കേരള കോൺഗ്രസിലെ ബാലകൃഷ്ണപിള്ളയുടെ മോനും ചിലപ്പോഴേ ജയിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ ജയിക്കാനൊന്നും 100% സാധ്യതയൊന്നും ഇപ്രാവശ്യമില്ല. ചില സർവേ പ്രകാരം ഗണേശൻ ജയിക്കും, ചില സർവേ പ്രകാരം ജയിക്കില്ല. ഈ കേരള കോൺഗ്രസുകളുടെ ഒരു പ്രസക്തി അങ്ങനെ വരുമ്പോൾ ചോദ്യം ചെയ്യും. കേരള കോൺഗ്രസ് വളരെ സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ മാറുമ്പോൾ അത് കേരളത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിനും സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും. ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെമോഗ്രഫിക്കലി ക്രിസ്ത്യൻ പോപ്പുലേഷൻ അത് വന്നിരിക്കുന്ന ഒരു ഇടിവ്. 1960-കളിലൊക്കെ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 21%-ലധികം വരുന്ന സമുദായമായിരുന്നു ക്രിസ്ത്യൻ. മുസ്ലിം സമുദായത്തിനേക്കാൾ വലിയ സമുദായമായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴേക്കും ക്രിസ്ത്യൻ വോട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 17.5%, 17.7%-ഓളം ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. 18% താഴെ. അപ്പോൾ ഈ പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഡെമോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ പവർ ഷെയറിംഗിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടത്. ആ 3-ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ 2011 സെൻസസ് പ്രകാരം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് 18%, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 26% ഡെമോഗ്രഫിക്കലി ഉള്ളത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ 26% സമുദായത്തിനായിരിക്കാം കൂടുതൽ റെപ്രസെന്റേഷനും കൂടുതൽ അധികാരങ്ങളും സ്വാഭാവികമായിട്ടും കിട്ടുന്നത്. 18%-ഓളം മാത്രം വരുന്ന ഒരു സമുദായത്തിന്റെ ഒരുപാട് സ്വാധീനശേഷി അവിടെ കുറയാൻ പോവുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ യാഥാർത്ഥ്യമായിട്ടുള്ള അത് വരുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. കോട്ടയത്തും പത്തനംതിട്ടയിലും DCC പ്രസിഡന്റുമാരെ സഭ നിർദ്ദേശിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി സഭയുടെ നിർദ്ദേശമല്ല, വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശമാണ് അക്കാര്യത്തിൽ ആ സമയത്ത്. വെള്ളാപ്പള്ളി നടേശന്റെ നേരിട്ടുള്ള നിർദ്ദേശമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു താല്പര്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അവിടെ പിന്തുടർന്നത്. കാരണം അവർ നോക്കിയപ്പോൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ്. കാഞ്ഞിരപ്പള്ളി ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി തൊട്ടടുത്ത വാഴൂരുമായിട്ട് മെർജ് ചെയ്തു. അപ്പോൾ വാഴൂരിൽ മെർജ് ചെയ്തപ്പോൾ അവിടുത്തെ ഡെമോഗ്രഫി ആകെ ചേഞ്ച് ചെയ്തിട്ട് മുൻപ് വാഴൂർ MLA ആയിരുന്ന നാരായണക്കുറുപ്പിന്റെ മകനാണ് ജയരാജൻ. അപ്പൊ പിന്നെ ജയരാജനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പുതിയ യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ട് കേരള കോൺഗ്രസ് തന്നെ ജയരാജനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കുന്നത്. ഇപ്രാവശ്യം ജയരാജന്റെ മകനോ അങ്ങനെ ആരോ ആണ്. ഇനി ഞാൻ കൃത്യമായിട്ട് സത്യം പറഞ്ഞാൽ അതൊന്നും നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പോലുള്ള ഒരു മണ്ഡലത്തിൽ അത്തരം മാറ്റങ്ങളുണ്ടായി. ഈ ഈരാറ്റുപേട്ട എന്നൊരു നഗരത്തെക്കുറിച്ച് വലിയ വിവാദപരമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകളും, ഞാനിപ്പോൾ അതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും അല്ല പോകുന്നത്, അങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ PC ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ കുറച്ചുനാളായിട്ട് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെ തന്നെ കോട്ടയം ജില്ലയുടെ ഒരു അധികാര പവർ ഹയറാർക്കി, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ അസർട്ടീവായിട്ട് നിന്ന സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഇന്ന് അത്ര അസർട്ടീവ് അല്ല.
ഒരുപാട് കാര്യങ്ങൾ സഭയുടെ താല്പര്യങ്ങൾ ആ, പഴയതുപോലെ നടപ്പാക്കാൻ പറ്റുന്നില്ല. കേരള കോൺഗ്രസുകളിലൂടെയാണ് സഭ എന്നും ഇത്തരം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ താല്പര്യത്തെ അത് പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അത് എപ്പോഴും വയലന്റ് പൊളിറ്റിക്സ് ഒന്നും ആവണമെന്നില്ല, കുറച്ച് ബുദ്ധിയുടെ രാഷ്ട്രീയവും കൂടാണ്. അത് വളരെ തന്ത്രപൂർവ്വം ബുദ്ധി ഉപയോഗിച്ച് ഇപ്പം കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഇപ്പം ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ജില്ലാലേഖനായിട്ട് പത്തനംതിട്ട വളരെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, അപ്പോൾ എനിക്ക് ആ രാഷ്ട്രീയം എനിക്ക് അറിഞ്ഞു. ആലപ്പുഴ ജില്ലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ പാഷനേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ്. കോൺഗ്രസും CPM ആയിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ ശക്തി. പിന്നീട് ഇപ്പോൾ അത് BJPയും ആലപ്പുഴ ജില്ലയിലെ ഒരു രാഷ്ട്രീയ ശക്തിയായി. അപ്പോൾ അന്ന് രാഷ്ട്രീയ ശക്തിയായിരുന്ന അന്നും ഇന്നും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനം നടന്നാൽ എന്താണ് ഒരു ഒരു വലിയൊരു പ്രവാഹമായിരിക്കും ഇവിടെ. ഈ ആലപ്പുഴയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അതൊരു ആവേശം ഉൾക്കൊള്ളുന്ന, ആവേശം ത്രസിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളും അതുപോലെ ആവേശത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രകടനമായിരിക്കും. അത് അണമുറിയാതെ പോകും. ഇപ്പം 1,00,000 പേരുടെ പ്രകടനം, അത് ആദ്യം 100 പേര് വന്നേച്ച് പിന്നെ 10 പേര് വരും, അങ്ങനല്ല. പക്ഷേ കേരള കോൺഗ്രസിന്റെ ഒരു പ്രകടനം ഞാനിത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആദ്യം ഒരു 200ഓളം ആൾക്കാർ വലിയ ആവേശത്തോടെ മുദ്രാവാക്യമൊക്കെ വിളിച്ചു പോകുന്നു. പിന്നീട് ഒരു 2-3 മിനിറ്റിലേക്ക് ആളിനെ കാണുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ പ്രകടനം തീർന്നു പോയോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അത് അങ്ങനെയല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത കൂട്ടം വരുമെന്ന്. അപ്പോൾ ശരിയാണ്, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും 500 ആൾക്കാർ വന്നു. അങ്ങനെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നു. സമ്മേളനങ്ങൾ ഒരു ആഘോഷമാണ് കേരള കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ. അവിടെ ആഘോഷം എന്ന് ഞാൻ പറയുമ്പോൾ അവരെ ഞാൻ അധിക്ഷേപിക്കേണ്ട എന്ന് കരുതി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ വിട്ടുകളയുകയാണ്. അങ്ങനെ ആഘോഷമായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ അതിൽ പിന്നെ പ്രസംഗങ്ങളൊക്കെ നടക്കും, ആവേശകരമായ പ്രസംഗം നടക്കും, ഒക്കെ നടക്കും. കുറെ പേര് ഹോട്ടലുകളിലൊക്കെ ഗൗരവമേറിയ ചർച്ചകളിലായിരിക്കും, കുറെ പേര് വേറെ എവിടെങ്കിലും ഇരുന്ന് ചർച്ചയിലായിരിക്കും. ഒടുവിൽ അവരെല്ലാം സന്തോഷത്തോടു കൂടി രാത്രിയിൽ താന്താങ്ങളുടെ പ്രദേശത്തേക്ക് ബസ്സിൽ കയറി പാട്ടുമൊക്കെ ആയിട്ട് തിരികെ പോകും. അങ്ങനെ ഒരു ആവേശം മറ്റ് ഈ പരമ്പരാഗത നമ്മൾ രാഷ്ട്രീയത്തിൽ മറ്റ് പല ജില്ലകളിലുമുള്ള ഒരു രീതിയിലല്ല അവിടെ ആവേശം വരുന്നത്. അതൊരു ആഘോഷമാണ്, അതൊരു ബുദ്ധിയുടെ രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ നമ്മൾ പല സിനിമകളിലും കാണുന്നുണ്ടായിരിക്കാം. ഏതോ ഒരു സിനിമയിൽ കോരസാർ എന്ന് പറയുന്ന ഈ മാണി തന്നെ അദ്ദേഹത്തിനെ സ്വയം വിളിക്കാൻ തുടങ്ങിയതാണ് മാണി സാർ എന്നുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം KM മാണിയായിരുന്നു. സ്വയം അദ്ദേഹം വിളിക്കാൻ തുടങ്ങി മാണി സാർ എന്ന്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ മാണി സാർ ഇങ്ങനെ പറഞ്ഞാൽ അത് നടന്നിരിക്കും എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് ഏതോ ഒരു സിനിമയില് അതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് സാർ എന്ന് സ്വയം പറയുന്ന ചില ഡയലോഗുകളൊക്കെ കേൾക്കാം. ഇത്തരം അതൊരു വ്യത്യസ്തമായ ലോകമാണ്. ആ ലോകത്തിൽ പക്ഷെ അതൊക്കെ അങ്ങനെ തെരുവിൽ ഈ പറയുന്ന CPM-ന്റെയോ കോൺഗ്രസിന്റെയോ പ്രകടനത്തിന്റെ ഒരു ശൗര്യവും വീര്യവും ഒന്നും അവിടെ കാണില്ലെങ്കിലും, അതല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ ലീഗിന്റെ പ്രകടനത്തിന്റെ ഒരു രീതി അല്ലെങ്കിലും, കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ ശക്തിക്ക് അതൊന്നും ഒരു തടസ്സമല്ല. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസിന്, സ്വാധീനത്തിനും അതൊന്നും ഒരു തടസ്സമല്ല. കേരള കോൺഗ്രസുകൾക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ അവരുടേതായ രീതിയുണ്ട്. പക്ഷേ അതൊക്കെ അങ്ങനെ ആണെങ്കിൽ സഭകളുടെ താല്പര്യങ്ങൾ അവർ മുൻഗണന കൊടുത്തു. 60-കൾക്ക് ശേഷം അവർ NSSുമായിട്ടൊരു ധാരണയിലെത്തി. മുഖ്യ നേതൃത്വം ക്രിസ്ത്യാനിക്കും, അതിൻ്റെ താഴെ ഇപ്പം 3 മന്ത്രിമാരുണ്ടെങ്കിൽ 2 ക്രിസ്ത്യാനിയും 1 നായരും എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തി. അങ്ങനെ ബാലകൃഷ്ണപിള്ള എന്ന ഒരു നേതാവ് കേരള കോൺഗ്രസിലുണ്ടായി. ബാലകൃഷ്ണപിള്ള ചിലപ്പം ഇവരുമായിട്ട് യോജിച്ചെങ്കിൽ ചിലപ്പോൾ ഇവരുമായിട്ട് അടിവെക്കും. അങ്ങനെയുള്ള ഇണങ്ങിയും പിണങ്ങിയും. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുന്നത്, ഈ കേരള കോൺഗ്രസിന്റെ ആ പറഞ്ഞു പഴകിയ ആ രാഷ്ട്രീയമായിട്ടുള്ള വളരും തോറും വളരുകയും ചെയ്യുന്ന രാഷ്ട്രീയം, അതിന് ആ വാക്യത്തിന് ഇനി വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പിളർന്ന കേരള കോൺഗ്രസുകൾ വളരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദിച്ചോളൂ. ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഭകളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പം കേരള കോൺഗ്രസ് അസ്തമിച്ച് പോവുകയാണെങ്കിൽ പിന്നെ ഒരു ചോദ്യമുണ്ട്, പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം. ആ സമയത്ത് ഇപ്പം നമ്മൾ പാല നോക്കുമ്പം ഈ എല്ലാ പഴയ കോൺഗ്രസ്സുകാരും തമ്മിൽ ഏറ്റവും മുട്ടുന്നൊരു സ്ഥലമാണ് പാല. അപ്പം പിന്നീട് ആരാണ് ഈ സാധനം ഏറ്റെടുക്കാൻ പോകുന്നത്? BJP ആയിരിക്കും. ഇപ്പം
സഭയും ഷോൺ ജോർജും PC ജോർജും ഒക്കെ തമ്മിൽ വലിയ വാഗ്വാദങ്ങളും കാര്യങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു വിഷയം കാണുന്നത്? അല്ല, എൻ്റെ വിലയിരുത്തലിൽ BJPക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ കയറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇപ്പം ബൈബിൾ വാക്യം എടുത്തിട്ട് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കയറുന്ന പോലെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം NDA സ്ഥാനാർത്ഥിയായിട്ട് PC തോമസ് 2004 44% ക്രിസ്ത്യാനികളുള്ള മൂവാറ്റുപുഴ ലോക്സഭാ സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളുടെ താല്പര്യങ്ങൾ അത് BJPയുമായിട്ട് വലിയ വിരുദ്ധമാണ്. അതായത് അത് ഞാൻ മതത്തിന്റെ താല്പര്യമല്ല ഞാൻ പറയുന്നത്. പലരും വിചാരിക്കും കൺവർഷനോ മതം, അതൊന്നുമല്ല, സമ്പത്തിന്റെ താല്പര്യമാണ്. ആ സമ്പത്ത് ഇപ്പൊ എന്നോടൊരിക്കൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബാബു പോൾ സാർ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ ലോകത്തിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ കോൺഗ്രിഗേഷൻസ് കേരളത്തിൽ നിന്നുള്ളതാണ്. ഇപ്പൊ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ അല്ലെ CMI കോൺഗ്രിഗേഷൻ, ഈ കോൺഗ്രിഗേഷൻസ് ആണ് ലോകത്തിൽ അതായത് ഞാനീ പറഞ്ഞ CMIയും വിൻസെൻഷനും ഒക്കെ 120-130 രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ആഴവും വ്യാപ്തിയും ഒരുപക്ഷെ മലയാളികൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മൾ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല. അത്തരം വിഷയങ്ങൾ അറിയാവുന്ന പത്രപ്രവർത്തകരും വളരെ കുറവാണ്. എനിക്ക് വളരെ ചെറിയതായിട്ട് അറിയുള്ളൂ. ഞാൻ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന ആളല്ല. അങ്ങനെ ഉള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്നോട് അദ്ദേഹം ഒരു വലിയ സഭയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ 100-130 രാജ്യങ്ങളിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പിന്നെ ഒരു കോൺഗ്രിഗേഷൻസ് സഭയ്ക്കുള്ളിലുള്ള അവരുടെ സ്വത്ത് ആസ്തിയൊക്കെ എടുത്താൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന ഒരു പക്ഷേ 50,000 തൊട്ട് 1,00,000 കോടി രൂപ വരെ അവർക്ക് സ്ഥിരം ആസ്തികളാണ്. എപ്പോൾ വേണമെങ്കിലും വലിയ ആസ്തികൾ അവർക്ക് റേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ആസ്തികളുള്ള കോൺഗ്രിഗേഷൻസ് ഉള്ള ഒരു പ്രസ്ഥാനത്തിന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് BJPയുമായിട്ട്. കാരണം ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ BJP ഒരു കേഡർ പാർട്ടിയും ഒരു കൃത്യമായ ഐഡിയോളജി ഉള്ള ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ സഭകൾക്കും ഒക്കെ പറ്റുന്ന പാർട്ടി. കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നുമില്ല. അത് എങ്ങനെ വേണമെങ്കിലും നേതാവ് തീരുമാനിച്ചാൽ അതങ്ങ് നടത്താം. അതുകൊണ്ടാണ് കോൺഗ്രസിന് പലപ്പോഴും സഭ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതില് വേറെ വലിയ മതത്തിന്റെ കാര്യമൊന്നുമല്ല. BJPയായിട്ട് അവർക്ക് അക്കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അവർ അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ പ്രശ്നം ഇതാണ്, സമ്പത്തിന്റെ കാര്യമാണ്. അപ്പം എൻ്റെ വിലയിരുത്തൽ അത് അത്ര എളുപ്പമല്ല. ഇതൊന്നും സംഭവിച്ചു കൂടായികയില്ല. ഇപ്പൊ ആർക്ക് നാളെ മുസ്ലിം ലീഗുമായിട്ട് വേണമെങ്കിലും ഒരു ധാരണയിൽ എത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ലോകത്തിൽ എവിടെയും നമുക്ക് ഒരു ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാത്തിനും ഒരു വഴി തുറക്കും. പിന്നെ എന്താണ് അത് നമ്മുടെ നേതൃത്വത്തിന്റെ കഴിവും എതിർ നേതൃത്വത്തിന് നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള വില്ലിങ്നെസ്സും, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രീയം എങ്ങനെയായിരിക്കും. പക്ഷെ അത്ര എളുപ്പമല്ല. അതായത് ഇക്കാലം വരെ എന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് സ്വാതന്ത്ര്യ ഒരു 1940 മുതൽ 2000 വരെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ പൂർണ്ണമായിട്ടും മാറുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ സഭകളുടെ ഒരു അജണ്ടകൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കേരള കോൺഗ്രസ് നേതാവ് ഇന്നില്ല. ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ഒരുപക്ഷെ സാബു ജേക്കബിനെ പോലുള്ള ഒരാൾ ഒരുപക്ഷെ അതിന് ശ്രമിച്ചെന്നിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള വിശ്വാസ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാബു ജേക്കബ് രാഷ്ട്രീയ പക്വത നേടിയ അങ്ങനെ ഒരു 2020 അത്തരം ഒരു കേരള കോൺഗ്രസിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നില്ല. അത് കോൺഗ്രസിലെ നേതാക്കന്മാരും പതുക്കെ തലയെടുപ്പുള്ള നേതാക്കന്മാർ, ഇപ്പൊ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും പോലുള്ള നേതാക്കന്മാരൊക്കെ പണ്ട് പാലായിൽ നിന്ന് തന്നെ എത്ര പേരുണ്ടായിരുന്നു? പാലാ KM മാത്യു എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു, MM ജേക്കബ് ഉണ്ടായിരുന്നു, CM സ്റ്റീഫൻ ഉണ്ടായിരുന്നു, രാജ്യസഭ പണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു CM സ്റ്റീഫൻ ഉണ്ട്. അങ്ങനെ എത്ര പേരുകൾ. ഞാനങ്ങ് 50കൾ ഒക്കെ വിടുകയാണ്. അതിനുശേഷമുള്ള 70കളുടെ തൊട്ടുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള നേതാക്കന്മാരൊന്നും ഇന്ന് കോൺഗ്രസിൽ ഇല്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സഭ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. സമയപരിമിതി മൂലം ഞാനിവിടെ നിർത്തുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ യഥാർത്ഥത്തിലുള്ള ഇപ്പോൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത്. പക്ഷെ എല്ലാ ഊഹാപോഹങ്ങളല്ല, രാഷ്ട്രീയം
അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നും നാളെയല്ല ഒരുപോലെ തന്നെ നിൽക്കും. ഉം. പക്ഷേ ഞാനീ പറഞ്ഞ ജോസഫും മാണിയും തമ്മിലുള്ള ആ ഒരു ബലാബലം അത് നാളെ ചിലപ്പം മാറിയെന്നിരിക്കും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.